ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെല്ലാവരും വിശേഷങ്ങൾ? സുഖമല്ലേ? ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി, കാണുമ്പോൾ ഒന്ന് ഫുള്ളായിട്ട് കാണാനും ലൈക്കും സബ്ബൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി നമ്മൾ റമദാനിലെ വരവേൽക്കാൻ വേണ്ടി നനച്ചുളിപ്പണി തുടങ്ങിയാണ് കേട്ടോ. നനച്ചുളിപ്പണി ഒരുവിധം ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. 2 റൂം ഉള്ളത്തെ 2 റൂം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തിട്ട് അപ്പോൾ അത് കൊലായിൻ്റെ റൂമും പിന്നെ അകത്തേക്ക് കുറച്ച് ഭാഗങ്ങളും കൂടി ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ചെയ്തെടുക്കാൻ. അപ്പോൾ സ്കൂളില്ലാത്ത ദിവസം നോക്കിയിട്ട് ഞാൻ ചെയ്യുമ്പോൾ മോനും കൂടി സഹായത്തിനുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നിൽക്കട്ടെ. അപ്പോൾ എല്ലാം കൂടി നമ്മൾ ഒറ്റക്കാവുമ്പോൾ നമുക്ക് പണിയെടുത്തിട്ട് ആകെ കുഴങ്ങും. അപ്പോൾ അടുക്കളയത്തെ പണിയൊക്കെ തീർത്ത് വെച്ചിട്ടാട്ടോ നിൽക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ബോരിയും മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ മുന്നായിട്ട് ചായ എടുക്കുന്നതിന് മുമ്പായിട്ട് ചോറും കൂട്ടാനും ഇല്ലേതും ആക്കിയിട്ടുണ്ട്. അപ്പോൾ രാത്രി ഞാൻ സാമ്പാറിനുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ സാമ്പാർ ഉണ്ടാക്കലും മീൻ പൊരിക്കലും ഒക്കെ ചെയ്ത് ഞാനിതാ കുറച്ച് ചെറിയ പഴം ഉണ്ടായിരുന്നു, അതും അവലൊക്കെ കൂടെ ഇട്ടിക്കാണ്ട് അവൽ മിൽക്ക് പോലെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജ് വെച്ചിരുന്നു. കുറച്ച് തേങ്ങേൻ്റെ പാലൊക്കെ എടുത്തിട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് പണിയെടുക്കുന്ന സമയത്ത് ഇതുപോലൊക്കെ ഒരു ക്ലാസ് കുടിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് പണിയെടുക്കാനൊരു ഉന്മേഷം ഉണ്ടാവും. പിന്നെ ചോറ് അങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പണിയെടുക്കാൻ നല്ല ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. നമുക്ക് ക്ഷീണം കൂടും. അപ്പോൾ നമ്മൾ പണിയെടുക്കുന്ന സമയത്തും ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം, എന്തെങ്കിലുമൊക്കെ കഴിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് തന്നെ ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആകെ ക്ഷീണം പറ്റും. ഒരു പണി കൊടുത്താൽ നീങ്ങില്ല കേട്ടോ. പിന്നെ നമ്മളിത് ക്ലീനാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് കുറച്ച് ജെല്ലും അതുപോലെ തന്നെ ലേസോടും കൂടി ചേർത്തിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ സോപ്പും പൊടി ഇല്ലട്ടെ, ഈ ജെല്ലും കൂടി ഇട്ടിട്ടുള്ള ഉണ്ടല്ലോ, നല്ല പതുണ്ട്. അപ്പോൾ അതും കൂടി എടുത്തിട്ട് ഇങ്ങോട്ട് ആദ്യമൊക്കെ തുടച്ചെടുക്കും കേട്ടോ. പഴുക്കളൊക്കെ പോവും. പിന്നെ അതിൻ്റെ ശേഷം 2 പ്രാവശ്യമായിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക കേട്ടോ. തുടക്കുന്ന സ്ഥലത്തൊക്കെ അങ്ങനെയായിട്ട് തുടച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ചുമരുകളൊക്കെ നല്ല വെള്ളം അടിച്ചിട്ട് നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു നിലമൊക്കെ. അപ്പോൾ അതൊന്നും ഫുള്ളായിട്ട് വീഡിയോയിലൊന്നും കാണിക്കണില്ല കേട്ടോ. വീഡിയോ എടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മളെ പണികളൊന്നും നടക്കില്ല. അപ്പോൾ ഇതാ രാവിലെ തന്നെ വെച്ചിരിക്കുന്നുണ്ട്. അത് ചോറും അതുപോലെ കറിയൊക്കെ നല്ല മട്ടലിൻ്റെ ചോറും പിന്നെ അതുപോലെ കുക്കറിൽ ഒരു സാമ്പാർ ഉണ്ടാക്കിയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. സാമ്പാർ കഷ്ണങ്ങളൊക്കെ രാത്രിയിൽ കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണല്ലോ. പിന്നെ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഉണക്കലാണ്, ചെറിയ ഉണക്കലുണ്ടല്ലോ മാന്തൽ, അതും കൂടിയാണ്. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് കൊണ്ടുവരിച്ചതിന് ചെറിയ മാന്തലുണ്ടല്ലോ, അത് ഈ നമ്മളെ മൂപ്പിച്ചിട്ടുണ്ട് പൊരിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ്. അതും പപ്പടം പൊരിച്ചതും എല്ലേതും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ചോറിനുള്ളതും കൂട്ടാനുള്ളതൊക്കെ ആദ്യമൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം വേണം അങ്ങനെയുള്ള പണികൾക്കൊക്കെ നിൽക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പണികളൊക്കെ എടുത്ത് ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നിനും നടക്കില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അടുക്കളയൊക്കെ വന്നത് അരി വെള്ളത്തിലിടാൻ വന്നതാണ്. നല്ല അരി ഉഴുന്നും കൂടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയിട്ടൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പിന്നെ മറന്നു പോകും. പണീൻ്റെ ഇടയിലാട്ടോ ഓർമ്മ വന്നത്. രാത്രിയിൽ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നമുക്ക് കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഇതിൻ്റെ കൊലായൊക്കെ ക്ലീനാക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലീനാക്കിയിട്ട് ഫാനൊക്കെ ഇട്ട് ഉണക്കിയതിന് ശേഷം എല്ലേതും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബെഞ്ചും മെഷീനൊക്കെ അകത്തേക്ക് മാറ്റിയിട്ടിട്ടാണ് ഇവിടെ ചെയ്യാൻ നിന്നത്. കണ്ടില്ല, എല്ലേതും സെറ്റപ്പ് ആക്കിക്കുന്നത്. പിന്നെ അകത്തേക്കാണ് വന്നത്. അകത്തത്തെ ആദ്യം തന്നെ ബെഡ് എടുത്തുകൊണ്ട് മുറ്റത്ത് കൊണ്ടിട്ട് അപ്പോൾ ചില വെയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബെഡ് നന്നായിട്ട് വെള്ളമടിച്ചിങ്ങാണ്ട് കഴുകുക എന്നുണ്ടെങ്കിൽ 2-3 ദിവസമല്ല, ഒരാഴ്ച 2 ആഴ്ചയൊക്കെ കിടക്കേണ്ടി വരും കേട്ടോ. വെയിലത്ത് ഇങ്ങനെ കിടക്കേണ്ടി വരും ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ബെഡ് എന്താ ചെയ്യുക, നന്നായിട്ടൊന്ന് വെള്ളം നനച്ചിട്ട് 2-3 പ്രാവശ്യം തുടക്കും കേട്ടോ കിടക്കുന്ന ഭാഗമൊക്കെ. പക്ഷേ പുതിയ ബെഡാണെങ്കിൽ നമുക്ക് കിടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും കൂടി തുടച്ചെടുക്കുമ്പോൾ നമുക്കൊരു വൃത്തിയാണ് ഒന്നും കൂടി. അപ്പോൾ സോപ്പും പൊടിയൊക്കെ ഇട്ടിട്ട് ഈ ജെല്ലൊക്കെ ഇട്ട് കഴുകിയെടുക്കുന്ന സമയത്ത് നല്ല വൃത്തിയാണ്, നല്ല ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ അടിയൊക്കെ ഒന്ന് നന്നായിട്ട് ഒക്കെ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്ത് 2-3 പ്രാവശ്യം വെള്ളം അടിച്ച് കഴുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഈ ചുമരിൻ്റെ കളറൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പം ഇനി ഇതിൽ പെയിൻ്റ് അടിക്കാനോ വെള്ളം അടിക്കാനോ ഒന്നും നിന്നിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ടോ അതൊന്നും ചെയ്യാത്ത. അപ്പോൾ ഇത് ചെയ്തൂടെ എന്ന് വിചാരിക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മളെ വീടൊക്കെ മേലൊക്കെ ആകെ പൊളിഞ്ഞതല്ലേ, ഷീറ്റൊക്കെ ഇട്ട് കിടക്കുകയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് പിന്നെ അതൊന്നും ചെയ്യാത്തത്. അപ്പോൾ ഈ നോമ്പാവുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് സോപ്പും പൊടി ഇട്ടുകൊണ്ട് ഒന്നൊക്കെ തന്നെ അടിച്ചെടുക്കും. നമുക്ക് എത്ര ആകാത്ത വീടാണെന്നുണ്ടെങ്കിലും പഴയ വീടാണെങ്കിലും ഉള്ളതൊരു വൃത്തിയാകുമ്പോൾ നമുക്ക് മനസ്സിനൊരു സമാധാനമല്ലേ. അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് ജനലും വാതിലൊക്കെ ഒന്ന് തുടച്ചെടുക്കുക എന്നല്ലാതെ നിലം പല ചുമരുകളൊന്നും ഇതുപോലെ സോപ്പും പൊടി ഇട്ടിട്ടൊന്നും കഴുകലില്ല കേട്ടോ. അപ്പോൾ കൂടുതൽ ഒരാളും കൂടി സഹായത്തിനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് തന്നെ തീരും. പിന്നെ അതുപോലെ സ്വിച്ച് ബോർഡൊക്കെ ആദ്യം തന്നെ തുറക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫാനുകൾ, സ്വിച്ച് ബോർഡ്, ഇതൊക്കെ കേട്ടോ. സ്വിച്ച് ബോർഡൊക്കെ നമ്മൾ കോൾഗേറ്റ് വെച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം ക്ലീൻ ആക്കണത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം അതൊന്നും കാണിച്ചിട്ടില്ല. പിന്നെ അതൊക്കെ ക്ലീൻ ആക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത് അതിൻ്റെ ഇടയ്ക്കൊന്നും വെള്ളം ഒന്നും പോകരുത് കേട്ടോ. തുടച്ചെടുക്കുമ്പോൾ
നല്ല ക്ലീനായിട്ട് നല്ല നിറം വെച്ചിട്ടുണ്ടായിരുന്നു സ്വിച്ച് ബോർഡൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നനച്ചുള്ളി പണി എടുക്കുന്ന സമയത്ത് വെള്ളം അടിച്ച് കഴുകുമ്പോൾ ഈ കറണ്ടിൻ്റെ സാധനങ്ങളൊക്കെ പ്രത്യേകിച്ച് നല്ലോണം ശ്രദ്ധിക്കണം. കാരണം ഒരു തുള്ളി വെള്ളം പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷോക്ക് അടിക്കാനും കറണ്ട് അടിക്കാനും ഒക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ കൊലായൊക്കെ കഴിഞ്ഞതിന് ശേഷം കൊലായ്മക്ക് ഇതൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ സ്ഥലം വൃത്തിയാക്കിയിട്ട് അവിടെ കണ്ട് തുടച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ട് കഴിയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ തിരുമ്പാനുള്ളതും ഇങ്ങനെ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒരുപാട് തിരുമ്പിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ അതുപോലെ തിരുമ്പലുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തിരുമ്പുമ്പോൾ വല്ലാതെ അഴുക്കൊന്നും ഉണ്ടാവില്ല. ഒരു പ്രാവശ്യം ഒന്നും കൊണ്ട് കറക്കിയാൽ തന്നെ അഴുക്കുകളൊക്കെ പോകും കേട്ടോ. അപ്പോൾ 2 പ്രാവശ്യം ഒന്നും കൊണ്ട് ഒലിഞ്ഞാണ്ട് കൊണ്ടിടും, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. പിന്നെ അടുക്കളയൊക്കെ വന്നിക്കണ്. അപ്പോൾ ഇതിനവിടെയൊക്കെ ക്ലീനാക്കൽ കഴിച്ച് അപ്പോൾ ചുമരാളൊക്കെ ഒന്ന് വെള്ളമടിച്ചിങ്ങാണ്ട് നന്നായിട്ട് തന്നെ ഉരച്ചെടുത്ത് കഴുകിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അടുക്കളയൊക്കെ വന്നപ്പോൾ അത് ഫ്രിഡ്ജിൽ എല്ലാ സാധനങ്ങളും എടുത്തിച്ചിട്ട് ഫ്രിഡ്ജിയും കൂടി കഴുകിയിരിക്കാൻ കേട്ടോ. അപ്പോൾ ജസ്റ്റ് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വീഡിയോ എടുക്കണല്ലോ. ഫ്രിഡ്ജും ക്ലീൻ ആക്കുന്ന വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് കോൾഗേറ്റും വൈസോളും ഇതൊക്കെ കൂടെ ചേർത്തുകൊണ്ടൊന്ന് ഉണ്ടാക്കിയെടുത്താണ് തലക്കൂടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നന്നായിട്ട് തന്നെ അഴുക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കറയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ ഓരോ സാധനം തീരുമ്പോഴും അപ്പോൾ ആ ഒരു തട്ട് ഇങ്ങനെ തുടക്കുക വൃത്തിയാക്കുക എന്നല്ലാതെ ഒന്നാകെ ഉരച്ച് കഴുകലോ തുടക്കലോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടില്ല ഇതിൻ്റെ സൈഡിലുണ്ടല്ലോ വാഷർ, അതിലൊക്കെ ഞാൻ ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ചെടുത്ത് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് കഴുകിയെടുക്കുക. പിന്നെ ഇതൊക്കെ പറഞ്ഞാൽ പിന്നെ ഫുള്ളായിട്ട് വീഡിയോ എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ പണികളൊന്നും നടക്കില്ലല്ലോ. നമ്മൾ കുറച്ച് നേരം വീഡിയോ എടുക്കുക, പിന്നെ പണികളൊക്കെ തീർക്കുക എന്ന ചിന്തയല്ലേ നമുക്ക്. കുറച്ച് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ക്ലീൻ ആക്കലും വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇട്ടത്. അപ്പോൾ ഇതാ ഫ്രിഡ്ജൊക്കെ കണ്ട് നീക്കിയിട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കണ്ടില്ല വാഷറിൻ്റെ ഉള്ളിലൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ ശേഷം ചോറ് നന്ന. അപ്പോൾ ഇതിന് 2:30 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചോറ് നിൽക്കുകയാണ്. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ ചോറ്. ഈ തൈരും ഉണ്ട്, അതുപോലെ ചെറിയ മാന്തലുണ്ടല്ലോ, അതിങ്ങനെ കൂട്ടി കഴിക്കാൻ എന്താ രസം. നാരങ്ങച്ചാറും പിന്നെ അതുപോലെ ഇന്നലെ അയില മുളക് ഇട്ടുണ്ടായിരുന്നു, അതും എടുത്തിങ്ങനെ പപ്പടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചോറിൽ കഴിഞ്ഞിട്ടും പിന്നെ ഒരു ഭാഗത്ത് കെടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഫുള്ളായിട്ട് തീർക്കാനൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പണി തന്നെയാണ്. കാരണം പക്ഷേ ക്ഷീണമൊന്നുമില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ വെള്ളവും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ തന്നെ നിന്നാൽ എല്ലാ പണികളും പെട്ടെന്ന് തീരും. അപ്പോൾ ഇന്നലെ ഞാനിതാ സ്റ്റാൻഡൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ, പാത്രം വെക്കണ. ഫ്രിഡ്ജിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ തട്ടുകളൊക്കെ നന്നായിട്ട് ജെല്ലൊക്കെ ഇട്ട് കഴുകിയെടുത്തതാണ് കേട്ടോ. മുറ്റത്ത് കൊണ്ടുവച്ചിട്ട് ഉണക്കിയിട്ട് എടുത്തുണ്ട് കേട്ടോ എൻ്റെ മോനെ. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് ഇതിലിങ്ങനെ സെറ്റ് ചെയ്യണം. പിന്നെ മോള് അവിടെ ഒരു ചക്കരമ്മത്തിൻ്റെ കഷ്ണം അവിടെ നിന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ മോളോട് പറയാൻ ഞാൻ അവിടെ നിന്ന് വൃത്തിയേടാക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ചോറ് തന്നെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനത്തെ പരിപാടിക്കൊക്കെ നിന്നാണ് കേട്ടോ. ഇനി ഇതിലുള്ള സാധനമൊക്കെ അതിക്കന്നെ കൊടു നിൽക്കണമല്ല, ഇനി സാധനമൊക്കെ കേടരൂലേ. അപ്പോൾ അത് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ അതൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ. അപ്പോൾ അവിടെ കൊണ്ടുവച്ചിട്ട് ഉണക്കിയിരിക്കണം, വെയിലത്തൊക്കെ കൊണ്ടുവച്ചിട്ട്. അപ്പോൾ നല്ല ഉഷാറായിട്ടുണ്ട്. പിന്നെ ഇതിക്കല്ലേ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കാണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും നോമ്പൊക്കെ നല്ലപോലെ നോൽക്കാനും അതുപോലെ വേറെ അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാനും എല്ലാം റാഹത്തായിട്ട് ചെയ്യാനും അള്ളാഹു എല്ലാവർക്കും വിധി തരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പാത്രം വെക്കണ സ്റ്റാൻഡ് ചെയ്യലും ഒക്കെ കേട്ടോ. പിന്നെ നമ്മളെ പണി ഒന്നുമില്ലാതെ ആയി മാറലിതാണ്. എടുക്കണ പണി നല്ല മട്ടത്തിലെടുത്താൽ പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള ആദ്യമൊക്കെ കണ്ട് ചെയ്ത് വെക്കുക. പിന്നെ ലാസ്റ്റ് ഇങ്ങനെയുള്ളതൊക്കെ കൂടെ ചെയ്താൽ എളുപ്പ പണിയാണ്. അപ്പം നമ്മൾ അടുക്കളയത്തെ പണിയൊക്കെ കഴിഞ്ഞാൽ തന്നെ സുഖമാണ്. പിന്നെ നമുക്ക് അധികം പാത്രങ്ങളൊന്നും കഴുകിയെടുത്തേക്കാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്, അപ്പുറത്തെ റൂമിലൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒയ്യണ ഓരോ പാത്രങ്ങൾ നമ്മൾ സാധനങ്ങൾ കഴിയുന്ന സമയത്തുകൊണ്ട് കഴുകിയെടുത്തേക്കലാണ്. പിന്നെ വല്ലാതെ ഭാരമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ നോമ്പല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് പിന്നെ നമ്മളൊക്കെ ഇത് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് കഴുകി വെച്ചതൊന്നും എടുത്തുകൊണ്ട് ഒന്നും കൂടി കഴുകി വെക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലാതെ ഭാരമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതും അതുപോലെ നോമ്പൊക്കെ ഒരുക്കം തന്നെയാണ്. നോമ്പൊക്കെ നല്ലിട്ട് അല്ലെങ്കിലും വേണം. നോമ്പിന് പിന്നെ പ്രത്യേകിച്ച് അച്ചാറൊന്നും കൂട്ടൂല. എന്നാലും നമുക്ക് ബിരിയാണി നെയ്ച്ചോറ് അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു അച്ചാറിനൊക്കെ ഒരു ആവശ്യമാണ്. അപ്പോൾ നമ്മൾ അച്ചാർ ഇതുപോലെ ഒന്ന് ഇട്ടത് ചെയ്യുന്നുട്ടോ. 1 കിലോനോളം അച്ചാർ ഇട്ടത് ചെയ്യുന്നത് തീർന്നു പോയിട്ടോ. അപ്പോൾ ഞാൻ അച്ചാറിടൽ ഇങ്ങനെ ടയറും ചെയ്യൽ ചെറുനാരങ്ങ അത് നന്നായിട്ട് കഴുകിയെടുത്തുകൊണ്ട് അരിപ്പക്കൊട്ടയൊക്കെ വാരി വെച്ചിരുന്നു. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് 4 ആക്കിയിട്ടത്. ഇപ്പോൾ കട്ടേനെ 8 ആക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. മറ്റേ ഞാൻ 4 ആക്കിയിട്ടേന്ന് കേട്ടോ. നമ്മൾ ചെറിയ പീസാക്കുകയാണ്.
പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ ഈ ഓരോ വലിയ പീസൊക്കെ ആവുന്ന സമയത്ത് അത് ഒന്നും ആവശ്യം ഉണ്ടാവില്ല എന്നാലോ കഴിക്കാൻ അങ്ങനെ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതാക്കിയതാണ്. പലൊരു കുപ്പീൻ്റെ ബോട്ടിലാണെങ്കിൽ അത്രയും നല്ലതുണ്ട്. അപ്പോൾ കുപ്പിയിലാണ് ഞാൻ ഇട്ടക്കൽ. അപ്പോൾ ഇത് കുപ്പിയിലെ സാധനമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലെടുത്ത് 1 കിലോന് ചെറുനാരങ്ങ കണ്ടിട്ട് അപ്പോൾ അത്രയും കൂടുതലാണ്. അപ്പോൾ കുറേശ്ശെ അങ്ങനെ ഇടും. പിന്നെ അതിൽ കല്ലുപ്പിടും, പിന്നെയും കുറച്ചും കൂടെ അതിൽ വാരിടും, പിന്നെയും കല്ലുപ്പിടും, അങ്ങനെ ഇട്ട് വെക്കുന്നത്. അപ്പോൾ ഇത് നോമ്പിൻ്റെ 2 ദിവസം മുമ്പായിട്ടാണ് ഇനി ഇത് അച്ചാറിടുക. അങ്ങനെ അച്ചാറിടുമ്പോൾ നല്ല ഉഷാറാണ് കേട്ടോ. പിന്നെ അതിൻ്റെ മുമ്പത്തെ അച്ചാറും ഇതുപോലെയാണ് ഇട്ടത്. ചെറുനാരങ്ങ ആദ്യം ഇതുപോലെ ഉപ്പിട്ട് വെച്ചിട്ട് ഒരാഴ്ച 10 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് അച്ചാറിടുമ്പോൾ നന്നായിട്ട് കിട്ടും. പിന്നെ അതുപോലെ കുറച്ച് നെല്ലിക്ക ഉണ്ടായിരുന്നു, അത് നന്നായിട്ട് കഴുകിയിട്ട് സുർക്കയിലിട്ടൊക്കെയാണ്. അപ്പോൾ സുർക്ക മാത്രമല്ല കേട്ടോ, പകുതി സുർക്ക പിന്നെ പകുതി തിളപ്പിച്ചറിയ വെള്ളം കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് തിളച്ചിട്ട് നന്നായിട്ട് പച്ചവെള്ളം പോലെ ആറിയതിൻ്റെ ശേഷം ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചീനമുളക് ഉണ്ടല്ലോ, അപ്പോൾ കാന്താരി എന്നൊക്കെ പറയില്ല, അതും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല നെല്ലിക്ക പൊട്ടിച്ചെടുത്ത പോലെ ഈ ഇലയും ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതിൽ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.